ഗ്രേറ്റ് ന്യൂസാണ്. ട്രംപിൻ്റെ റീസെൻറ്റ് ട്വീറ്റ്, അതായത് ഹാർഡ്ലി 5 മിനിറ്റ്സ് മുമ്പുള്ള ട്വീറ്റിൻ്റെ പുറത്ത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ട് ഡിസ്കഷൻ്റെ പുറത്ത് 5 ദിവസം ഇറാനെതിരെയുള്ള ഓൾറെഡി പറഞ്ഞല്ലോ, ആ പവർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഹിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ എല്ലാം വിഡ്രോ ചെയ്തിരിക്കുന്നു. ഇറാനുമായിട്ട് 2 ദിവസത്തെ പ്രൊഡക്റ്റീവ് ഡിസ്കഷനാണ് നടന്നത്. ഇനി 3 ദിവസത്തെ ഡിസ്കഷൻ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സ്ട്രൈക്ക് എല്ലാം തൽക്കാലത്തേക്ക് 5 ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള ട്രംപിൻ്റെ ക്രിട്ടിക്കൽ ട്രീറ്റിൻ്റെ പുറത്ത് US ഫ്യൂച്ചർ മാർക്കറ്റ് ട്രെൻഡിലാണ്. ശരിക്കും ഡൗ ജോൺസ് 1000 പോയിന്റ് മേളിൽ കയറി, അതുപോലെ തന്നെ S&P 500, അതുപോലെ തന്നെ നാസ്ഡാക്ക് എല്ലാം ട്രെൻഡിലേക്ക് കയറിയിരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് ന്യൂസ് വന്ന പാടെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അപ് ടു 8 to 9% കൊളാപ്സ് ആയി പോയിരിക്കുന്നത്. ഈ ന്യൂസ് ഗ്രേറ്റ് ന്യൂസ് ആകട്ടെ. ഈ ന്യൂസ് പെർമനൻ്റായിട്ട് വാറിൻ്റെ സ്റ്റോപ്പേജിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഇന്ന് രാത്രിയിലത്തെ US ഓപ്പണിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ എക്സൈറ്റഡ് ആണ്. 8 മണിക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ പുറത്ത് നാളത്തെ നിഫ്റ്റി എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും കൂടെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് സന്തോഷമായ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് ആസ് ഫാർ as we are concerned വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ന്യൂസ് ആയിട്ട് നമുക്ക് തീർച്ചയായും എടുക്കാൻ സാധിക്കും, നമ്മളെ സംബന്ധിച്ചും ലോകത്തിനെ സംബന്ധിച്ചും.